തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചു. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. 24-നുള്ളിൽ പത്രിക പിൻവലിക്കാം. പലയിടത്തും സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഡിസംബർ 11-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഡിവിഷനുകൾ, വയനാട് ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകൾ, 3 നഗരസഭകളിലെ ഡിവിഷനുകൾ, 23 ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകൾ എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പൂർണ്ണമായും ഇന്ന് വൈകുന്നേരത്തോടെ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും അതാത് ഓഫീസർമാർ മുമ്പാകെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ജില്ലാ കലക്ടർ DR മേഘശ്രീ മുമ്പാകെയുമാണ് പത്രികകൾ സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിൽ ഇന്നു മാത്രം 41 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. തിങ്കളാഴ്ച വൈകുന്നേരം വരെ പത്രിക പിൻവലിക്കാനുള്ള സമയമാണ്. ജില്ലയിലെ പ്രധാന തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം LDF, UDF, NDA മുന്നണികൾ മത്സരരംഗത്തുണ്ട്. സീറ്റുകൾ ലഭിക്കാതെ വിമതരായും സ്വതന്ത്രന്മാരായും പത്രിക സമർപ്പിച്ചവരെ അനുനയിപ്പിക്കാൻ ചർച്ചകൾ തുടരുകയാണ്. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി വിമതരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നുണ്ട്. വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ ശക്തമായ മത്സരമായിരിക്കും നടക്കുക. അതായത് 17 ഡിവിഷനുകളിലേക്കും NDA സ്ഥാനാർത്ഥികളും LDF സ്ഥാനാർത്ഥികളും UDF സ്ഥാനാർത്ഥികൾക്കും അവരോടൊപ്പം ചില വിമത സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മത്സരം കടുത്തതാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.